ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മന്തി എങ്ങനെ വീട്ടിൽ ഈസിയായി തയ്യാറാക്കാം. അതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താലേ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം മുറിച്ച് വെച്ച 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 4 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞു വെച്ചത്, ആവശ്യത്തിന് കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, മാഗി ക്യൂബ് 6 എണ്ണം, പിന്നെ ഓയിൽ 500 ml, ആവശ്യത്തിന് മല്ലിച്ചപ്പ്, 1 മണിക്കൂർ കുതിർത്ത് വെച്ച ബസുമതി റൈസ് 2 കിലോ, 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ഉണക്ക നാരങ്ങ. നമുക്ക് മസാല തയ്യാറാക്കാം. ആദ്യം ചിക്കനെ വീഡിയോയിൽ കാണുന്നത് പോലെ കുത്തിയെടുക്കുക. വരയിടുന്നതിന് പകരമായിട്ടാണ് ഇതുപോലെ കുത്തുന്നത്. എന്നിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് 6 മാഗി ക്യൂബ് പൊടിച്ച് ചേർക്കുക. പിന്നെ മുറിച്ച് വെച്ച 4 ക്യാപ്സിക്കം അതിലേക്ക് ചേർക്കുക. 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരുംജീരക പൊടിയും കൂടി ചേർക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയിലേക്ക് ഉപ്പ് ചേർക്കേണ്ടതില്ല. നമ്മളിവിടെ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇത് ഓപ്ഷനിലാണ്. പിന്നെ 500 മില്ലി ഓയിലിൽ നിന്ന് 250 മില്ലി ഓയിൽ ഇതിലേക്ക് ഒഴിക്കുക. ഇതിനെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മല്ലിച്ചപ്പ് ചേർത്ത് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത് ചിക്കനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. നമ്മൾ നേരത്തെ 1 മണിക്കൂർ മുമ്പ് ബസുമതി റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇതുപോലെ അരി ഊറ്റിയെടുക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതിന് ആവശ്യമുള്ള വെള്ളം അടുപ്പിൽ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അതിലേക്ക് പട്ടയും ഏലക്കയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. വെള്ളം തിളച്ചു വരുന്ന സമയത്ത് കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഉണക്ക നാരങ്ങയും ചേർക്കുക. 2 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ചിക്കനെ ഫ്രൈ ചെയ്തു എടുക്കാം. അതിന് ദമ്മിടാനുള്ള പാത്രം എടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ പരത്തി വെച്ച് എല്ലാ മസാലയും അതിലേക്ക് ചേർക്കുക. എന്നിട്ട് 250 മില്ലി ഓയിൽ അതിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് കുരുമുളകും ചേർത്ത് മൂടി വെച്ച് ഫ്രൈ ചെയ്യുക. ചിക്കൻ്റെ ഒരു വശം വെന്ത് വരുമ്പോൾ മറുഭാഗം തിരിച്ചിട്ട് വേവിക്കുക. ഏകദേശം 90% വെന്ത് കഴിഞ്ഞാൽ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക. ബാക്കി ദമ്മിൽ വേവാകുന്നതാണ്. ഊറ്റി വെച്ചെടുത്ത അരിയെ വീഡിയോയിൽ കാണുന്നത് പോലെ മസാലയുടെ മുകളിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പച്ചമുളക് അരിയിൽ വെച്ച് കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഒരു പാത്രത്തിൽ കനലെടുത്ത് അതിൻ്റെ മുകളിൽ ഓയിൽ ഒഴിച്ച് ചോറിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് 1/2 മണിക്കൂർ ദമ്മിടുക. നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ചിക്കൻ മന്തി ട്രൈ ചെയ്യണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ചിക്കനെയും ചോറിനെയും വെവ്വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിവിടെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരും. ബായ്.